സമയം 5:34 രാഹുൽ ഗാന്ധി ഖർഗെയുടെ വസതിയിലേക്ക് എത്താൻ വേണ്ടിയിട്ടുള്ള കാത്തിരിപ്പാണ്. 10 നാളായി കേരളം കാത്തിരിക്കുന്ന ഉത്തരം ലഭിക്കാൻ ഇനി നിമിഷങ്ങളുടെ അകലം മാത്രം. ഇന്ന് തന്നെ മുഖ്യമന്ത്രിയെ പ്രഖ്യാപിക്കുമെന്നാണ് കോൺഗ്രസ് വൃത്തങ്ങളിൽ നിന്നും ലഭിക്കുന്ന സൂചനകൾ. രാഹുൽ ഗാന്ധിയും മല്ലികാർജ്ജുൻ ഖാർഗെയും അല്പസമയത്തിനകം കൂടിക്കാഴ്ച നടത്തും. വൈകിട്ടോടെ AICC ജനറൽ സെക്രട്ടറി ദീപാദാസ് മുൻഷി തിരുവനന്തപുരത്ത് എത്തുമെന്നാണ് വിവരം. തിരുവനന്തപുരത്ത് തന്നെ ആയിരിക്കും പ്രഖ്യാപനമെന്ന് മനസ്സിലാക്കുന്നു. VD സതീശൻ ആലുവ ദേശത്തെ വീട്ടിലാണ് ഉള്ളത്. നിരവധി പ്രവർത്തകരും നേതാക്കളും ഇന്ന് സതീശനെ സന്ദർശിച്ചു. രമേശ് ചെന്നിത്തല തിരുവനന്തപുരത്തുണ്ട്. KC വേണുഗോപാലിനെ ഖർഗെയും രാഹുൽ ഗാന്ധിയും വിളിപ്പിച്ചിട്ടുമുണ്ട്. പ്രശ്നപരിഹാരത്തിനായി സോണിയാഗാന്ധി മുന്നോട്ട് വെച്ച ഫോർമുല പ്രകാരമായിരിക്കും തീരുമാനം. KPCC ആസ്ഥാനത്ത് VV അരുൺ ചേരുന്നുണ്ട്. ചെന്നിത്തലയുടെ വീട്ടിൽ നിന്ന് ഡാൻ കുര്യനുണ്ട്. VD സതീശന്റെ വീട്ടിൽ നിന്ന് നവമി ദിനേശും ചേരുന്നുണ്ട്. ഞാൻ ആദ്യം അരുണിലേക്ക് പോവുകയാണ്. അരുണെ, KPCC ആസ്ഥാനത്ത് പ്രവർത്തകരുടെ ഒഴുക്കുണ്ടോ? ഇന്ന് തന്നെ പ്രഖ്യാപനം ഉണ്ടാകുമെന്നാണ് അവരും ആഗ്രഹിക്കുന്നത്. എന്താണ് അവിടെ ഉള്ളവർ പറയുന്നത്? ഹരി, KPCC ആസ്ഥാനത്ത് പ്രവർത്തകരും നേതാക്കളും ഒക്കെ ഉണ്ട്. വലിയ പ്രതീക്ഷയോടുകൂടി, വലിയ ആകാംക്ഷയോടുകൂടി പ്രവർത്തകരും നേതാക്കളും ഒക്കെ കാത്തിരിക്കുകയാണ് പ്രഖ്യാപനം. കേരളം കാത്തിരിക്കുന്നത് ഒരുപക്ഷെ ഒരു മുഖ്യമന്ത്രിക്ക് വേണ്ടി കേരളം ഇതുപോലെ കാത്തിരുന്ന, ആകാംക്ഷയോടുകൂടി, ജിജ്ഞാസയോടുകൂടി ഇരുന്ന കാലം ഉണ്ടായിട്ടുണ്ടാകില്ല. ആ രീതിയിൽ എല്ലായിടവും ചർച്ചാ വിഷയം ആരാണ് മുഖ്യമന്ത്രി, തീരുമാനമായോ എന്ന ചോദ്യമാണ് ഇവിടെയും ഉള്ളത്. KPCC ആസ്ഥാനത്ത് കഴിഞ്ഞ ശനിയാഴ്ച വലിയ രീതിയിൽ പ്രവർത്തക പങ്കാളിത്തമുണ്ടായിരുന്നു. നിരവധി പ്രവർത്തകർ, പ്രത്യേകിച്ച് KC വേണുഗോപാൽ അനുകൂലിക്കുന്ന വലിയൊരു വിഭാഗം പ്രവർത്തകർ ഇവിടെ ഉണ്ടായിരുന്നു. പക്ഷെ ഇന്ന് അത്ര ഒരു ആൾക്കൂട്ടം കാണുന്നില്ല. പക്ഷേ 7 മണിയോടുകൂടി ആൾക്കൂട്ടം ഇവിടെ കൂടുതൽ ആളുകൾ എത്തുമെന്ന് പ്രതീക്ഷിക്കാം. ജയസഹിലിനെ പോലെയുള്ള കോൺഗ്രസ് നേതാക്കളൊക്കെ ഇവിടെയുണ്ട്. ഇന്നെങ്കിലും തീരുമാനം വരൂ. കേരളം ഓരോ ആളുകളും, കാണുന്ന ആളുകളും സംസാരിക്കുന്ന ആളുകളൊക്കെ ചോദിക്കുകയാണ്, എവിടെ കേരളത്തിന്റെ മുഖ്യമന്ത്രി? ഇന്നുണ്ടാകുമോ? കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടിയെ പോലെ ഒരു ഒറ്റയാളുടെ തീരുമാനത്തിന്റെ അടിസ്ഥാനത്തിൽ പ്രവർത്തിക്കുന്ന ഒരു പ്രസ്ഥാനമല്ല ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം വളരെ ആലോചിച്ചെടുക്കേണ്ട തീരുമാനങ്ങളുണ്ട്. ഈ പറയുന്ന പോലെ ഓരോ നേതാക്കന്മാരും ഒന്നിലൊന്ന് മിച്ചമാണ്. അപ്പൊ സ്വാഭാവികമായിട്ട് അത്രയും മികച്ച നേതാക്കന്മാരുള്ള ഒരു പാർട്ടിയാകുമ്പോൾ ഞങ്ങൾക്ക് കുറച്ച് അല്പസമയം കൂടുതൽ നിൽക്കാൻ പറ്റുമോ? ഈ 10-ാം ദിവസം കഴിഞ്ഞിട്ടും ഈ കോൺഗ്രസ് പാർട്ടി, ജനാധിപത്യ പാർട്ടി പറയേണ്ട കാര്യമുണ്ട്. വോട്ട് ജനങ്ങളെ കൂടി നിങ്ങൾ മണ്ടന്മാരാക്കിയല്ലേ? ഒരു മികച്ച മാധ്യമപ്രവർത്തനം മനസ്സിലാക്കാൻ ഡൽഹിയിൽ ഒരു മുഖ്യമന്ത്രി തെരഞ്ഞെടുക്കാൻ 56 ദിവസം വേണ്ടി വന്നു. പ്രത്യേക സാഹചര്യമല്ലേ ഇത്? 102 സീറ്റ് കോൺഗ്രസ് ജനങ്ങൾ തന്നിടത്താണ് ഇത്രയധികം കാത്തിരിപ്പ്. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം വളരെ കൃത്യമായി തന്നെ ഞങ്ങൾക്ക് കൃത്യമായി ബോധ്യമുണ്ട്. ഞങ്ങൾക്ക് ഏറ്റവും മികച്ച ഒരു 10 വർഷത്തിന് ശേഷം അധികാരത്തിൽ വന്ന പ്രസ്ഥാനമാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്. അപ്പൊ അതിന്റെ ആ 10 വർഷത്തെ ഞങ്ങൾ അനുഭവിച്ച ഒരു ദുരന്തമുണ്ട്. അതിനെല്ലാം ഒരു മറുപടിയായി ജനങ്ങൾ അനുഭവിച്ച ഒരു ദുരിതമുണ്ട്. ജനങ്ങൾക്ക് അനുകൂലമായി, ജനങ്ങൾക്ക് പോസിറ്റീവായിട്ടുള്ള ഒരു മുഖ്യമന്ത്രി തീരുമാനിക്കാൻ കോൺഗ്രസ് പാർട്ടി ഒരു അല്പം സമയം കൂടുതലെടുത്താൽ അത് ജനങ്ങളുടെ നല്ലതിന് വേണ്ടിയാണെന്ന് കരുതിയാൽ 102 സീറ്റിൽ ഒരു ഗ്ലോറിയൊക്കെ പോയില്ല. ഇങ്ങനെ തർക്കം, വടംവലി എന്നൊക്കെ പറയുമ്പോൾ അങ്ങനെ ഒരു പ്രശ്നം കൂടി ഇതിന്റെ അകത്തില്ലേ? അത് തർക്കം വടംവലിയൊക്കെ മാധ്യമ സ്ഥാപനങ്ങളുടെ ചാനലുകൾ മറ്റേ വാർത്ത ഓപ്പൺ ചെയ്യുന്ന സമയത്ത് മാത്രമേ തർക്കം വടംവലിയുള്ളൂ. എനിക്ക് ഇവിടെ ആരെങ്കിലും വടംവലിക്കുന്ന തർക്കം കണ്ടിട്ടില്ല. ഡൽഹിയിലുണ്ട്. അത് തോന്നലാണ്. അങ്ങനെ ഒരു പ്രശ്നമില്ല. ഇവിടെ ഏതെങ്കിലും പ്രവർത്തകർ അങ്ങോട്ടും ഇങ്ങോട്ടും ഞാൻ എന്റെ നേതാവാണെന്ന് പറഞ്ഞ് തമ്മിൽ തല്ലുന്നത് നിങ്ങൾ കാണുന്നില്ല. ഇതിൽ അവർക്ക് ഇഷ്ടമുള്ള ആരെങ്കിലും വരികയാണെങ്കിൽ അവർക്ക് ജയ് വിളിക്കാൻ ചിലപ്പോൾ ആളുകൾ ഇടുന്നുണ്ടാവും. അത് ചിലപ്പോൾ ഒരു നേതാവിനോട് ആരാധന തോന്നുന്ന ഒരു സിസ്റ്റം നമ്മുടെ പാർട്ടിയിലുണ്ട്. അത് എല്ലാ പാർട്ടിയിലുണ്ട്. പിണറായി വിജയനോട് ആരാധന ഉള്ള ആളുകളുണ്ടാവും. പിണറായി വിജയന് എതിരായിട്ടുള്ള ആളുകളാണ് ഇന്ന് ഏറ്റവും കൂടുതൽ കോൺഗ്രസ് നോട്ട് ചെയ്തിട്ടുള്ളത്. അപ്പൊ അങ്ങനെ ഒരു ഗ്രൂപ്പ് ഉണ്ടാവും. അപ്പൊ സ്വാഭാവികമായിട്ടും ആരാധന നേതാക്കന്മാരോട് എല്ലാവർക്കും ഉണ്ടാവും. ഇന്നെന്തായാലും ഉണ്ടാവും തീരുമാനം. തീർച്ചയായിട്ടും ഇന്ന് തന്നെ തീരുമാനം വരുമോ? തീരുമാനം വരുമെന്ന് പ്രതീക്ഷിക്കുന്നു. മികച്ച മുഖ്യമന്ത്രി തന്നെ വരുമോ? ഹൈക്കമാൻഡ് ആരെ തീരുമാനിച്ചു കഴിഞ്ഞാലും കോൺഗ്രസ് പ്രവർത്തകരായ ഞങ്ങൾ അംഗീകരിക്കും. ഇനി ആഹ്ലാദ പ്രകടനങ്ങൾ മാത്രമേ ഉണ്ടാകൂ. ആഹ്ലാദ പ്രകടനം മാത്രമേ ബാക്കിയൂ. അല്ലാതെ പ്രതിഷേധ പ്രകടനം ഉണ്ടാവും. ഓരോ പ്രതിഷേധ പ്രകടനം ഉണ്ടാവില്ല. ഹൈക്കമാൻഡ് പറയുന്ന തീരുമാനം പാർട്ടി അംഗീകരിക്കും. ഹൈക്കമാൻഡ് തീരുമാനം കേരളത്തിലെ പാർട്ടിക്കാർ അംഗീകരിക്കും. അതോടൊപ്പം തന്നെ ജനങ്ങൾ കാത്തിരുന്ന നല്ലൊരു മുഖ്യമന്ത്രി. അവരാർക്കാണ് വോട്ട് ചെയ്തത്, ആ വോട്ട് കിട്ടിയ ആളാരാണോ അതേവിടെ മുഖ്യമന്ത്രി മാത്രം വന്നാൽ മതി. അതെ, അത് ജനങ്ങൾ പാർട്ടിക്കാർ നോക്കണ്ട. ജനങ്ങൾ കക്ഷിഭേദമന്യേ ഈ ഇലക്ഷന് വോട്ട് ചെയ്ത് കേരളത്തിൽ നല്ലൊരു മുഖ്യമന്ത്രി വരുവാൻ വേണ്ടി ആ മുഖ്യമന്ത്രി എന്തായാലും ഹൈക്കമാൻഡ് പ്രഖ്യാപിക്കും. ഇന്ന് തന്നെ വരും. തീർച്ചയായും ഇന്ന് തന്നെ കേരളത്തിന്റെ മുഖ്യമന്ത്രി ഹൈക്കമാൻഡ് പ്രഖ്യാപിക്കും തന്നെയാണ് കേരളത്തിലെ കോൺഗ്രസുകാരുടെ പ്രതീക്ഷ. ആര് വന്നാലും സന്തോഷത്തോടെ സ്വീകരിക്കും. കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റി ഓഫീസിലാണ് നമ്മൾ നിൽക്കുന്നത്. കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റിക്ക് ഗ്രൂപ്പില്ല, വ്യക്തി താല്പര്യങ്ങളില്ല, പാർട്ടി താല്പര്യം മാത്രമേ. ഈ പാർട്ടി ഹൈക്കമാൻഡ് ആരെ പ്രഖ്യാപിച്ചാലും കേരളത്തിലെ കോൺഗ്രസ് പ്രവർത്തകർ അംഗീകരിക്കും. ആ മുഖ്യമന്ത്രിയുമായി മുന്നോട്ട് പോകും. ബാക്കിയുള്ളതൊക്കെ പിന്നീട്. കേരളത്തിൽ 10 കൊല്ലം അധികാരത്തിലില്ലാതിരുന്ന ഒരു പാർട്ടി അടുത്ത 10 കൊല്ലം അധികാരത്തിൽ വരാൻ വേണ്ടിയുള്ള തീരുമാനമെടുക്കും
എന്ന് തന്നെയാണ് കോൺഗ്രസ് പ്രവർത്തകർ കേരളത്തിൽ വിശ്വസിക്കുന്നത്. ഇതാണ് പ്രവർത്തകരുടെ നേതാക്കളുടെയൊക്കെ ഒരു ആത്മവിശ്വാസവും പ്രതീക്ഷയും. 10 വർഷം അധികാരത്തിലായിരുന്ന പാർട്ടിയാണ്. ഇനി 10 വർഷം കൂടി അധികാരത്തിൽ തുടരാനുള്ള തീരുമാനം ഹൈക്കമാൻഡിന്റെ ഭാഗത്തുനിന്നുണ്ടാകുമെന്ന പ്രതീക്ഷയാണ് പങ്കുവയ്ക്കുന്നത്. ഹൈക്കമാൻഡിന്റെ തീരുമാനം കാത്തിരിക്കുകയാണ് കേരളത്തിലെ കോൺഗ്രസ് പ്രവർത്തകർ. അതിലുപരി ബ്രേക്കിംഗ് വരികയാണ്. രാഹുൽ ഗാന്ധി ഖർഗെയുടെ വീട്ടിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നു. ഇത്രയും നേരം 5:30 തുടങ്ങുമെന്നാണ് പ്രതീക്ഷിച്ചിരുന്നത്. പക്ഷേ 5:39 സമയം രാഹുൽ ഗാന്ധിയുടെ വാഹനം ഖർഗെയുടെ വസതിയിലേക്ക് പോകുന്നു. അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട നിർണായകമായ ഈ നിമിഷത്തിൽ പറയാനുള്ളത്. 5:40 രാഹുൽ ഗാന്ധി ഖർഗെയുടെ വസതിയുടെ മുന്നിലെത്തുന്നു. കാറ് മാധ്യമപ്രവർത്തകരുടെ മുന്നിലൂടെ സഞ്ചരിക്കുന്ന കാഴ്ച. അതുകൊണ്ട് ഖർഗെയും രാഹുൽ ഗാന്ധിയും തമ്മിലുള്ള ചർച്ച ഉടൻ തന്നെ വസതിയിലേക്ക് രാഹുൽ ഗാന്ധി കയറുമ്പോൾ തന്നെ ചർച്ച ആരംഭിക്കുമെന്ന കാര്യത്തിൽ തർക്കമൊന്നുമില്ല. കാറ് ഖർഗെയുടെ വസതിയുടെ മുന്നിലൂടെ പോകുന്ന കാഴ്ചയാണ് പ്രേക്ഷകർ ഇപ്പോൾ കാണുന്നത്. ഏറ്റവും സുപ്രധാനമായ നീക്കം. 10 വർഷം അധികാരമില്ലാതിരുന്ന പാർട്ടി 10 ദിവസങ്ങൾ എടുത്ത് ഒരു മുഖ്യമന്ത്രിയെ തീരുമാനിക്കുന്ന നിമിഷത്തിലേക്കാണ് പോകുന്നത്. ഇന്ന് തന്നെ പ്രഖ്യാപനം ഉണ്ടാക്കുമെന്ന് അടിയുറച്ച് വിശ്വസിക്കുന്നു കോൺഗ്രസ് പ്രവർത്തകർ. എന്തായാലും പ്രേക്ഷകർ ആ ദൃശ്യങ്ങൾ കാണുന്നത് രാഹുൽ ഗാന്ധിയുടെ കാറ് ഖർഗെയുടെ വസതിയിലേക്ക് പോകുന്ന കാഴ്ചയാണ്. തീരുമാനമുണ്ടാകും. KCയെ വിളിപ്പിച്ചിരിക്കുന്നു രാഹുൽ ഗാന്ധിയും ഖർഗെയും എന്നുള്ള നിർണായകമായ നീക്കമുണ്ട്. VD സതീശൻ അദ്ദേഹത്തിന്റെ വസതിയിൽ തുടരുന്നു. ചെന്നിത്തല തിരുവനന്തപുരത്തുമുണ്ട്. 3 പേരും വ്യത്യസ്തമായ രീതിയിൽ 3 സ്ഥലങ്ങളിൽ നിൽക്കുന്നു. 3 ചേരിയിലല്ല. KPCC ആസ്ഥാനത്ത് എന്ന് പറയുന്ന പ്രവർത്തകർ പറയുന്ന ഹൈക്കമാൻഡ് തീരുമാനിക്കുന്നത് ആരെയാണോ അത് തന്നെയാണ് ഞങ്ങളുടെയും തീരുമാനം എന്നുള്ളത് തന്നെയാണ്. ഹൈക്കമാൻഡ് ആരെ പറയുന്നു അവരെ സന്തോഷത്തോടെ സ്വീകരിക്കും. ആഘോഷം മാത്രമേ ഉള്ളൂ. ഒരു തരത്തിലുമുള്ള ചേരി തിരിഞ്ഞുള്ള യുദ്ധമോ തെരുവ് യുദ്ധമോ ഫ്ലെക്സ് കീറലോ ഒന്നും നമ്മൾ കണ്ടതുപോലെ ആവർത്തിക്കില്ല എന്നുള്ളത് തന്നെയാണ്. എന്തായാലും രാഹുൽ ഗാന്ധി ഖർഗെയുടെ വസതിക്ക് അകത്തൂടെ പോയിരിക്കുന്നു. ഗേറ്റ് അടഞ്ഞിരിക്കുന്നു. ചർച്ചകൾ ഉടൻ തന്നെ ആരംഭിക്കും. അധികം വൈകാതെ തന്നെ ഇന്ന് തന്നെ മുഖ്യമന്ത്രി ആര് എന്നുള്ളതിനെ സംബന്ധിച്ചുള്ള വ്യക്തമായ തീരുമാനം തന്നെ ഇന്ന് ആ വസതിയുടെ അകത്ത് ആ യോഗം നടക്കുമ്പോഴേക്കും തീരുമാനത്തോടു കൂടി തന്നെ ഖർഗെയും രാഹുൽ ഗാന്ധിയും വസതിക്ക് പുറത്തിറങ്ങും എന്ന് തന്നെയാണ് മനസ്സിലാക്കുന്നത്. എന്തായാലും വളരെ നിർണായകമായ ഒരു തീരുമാനം. 10 ദിവസങ്ങൾ എടുക്കുന്നു കേരളത്തിലെ മുഖ്യമന്ത്രി ആര് എന്നുള്ളത് തീരുമാനിക്കാൻ.